നമസ്കാരം, കാസ്കരാജ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ സബ് കോമ്പാക്ട് കാറ്റഗറിയിൽ വരുന്ന കൈഗർ എന്നൊരു മോഡലാണ്. കൈഗറിൽ നമുക്ക് നിലവിൽ 5 വേരിയൻസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള RXTയുടെ മാനുവൽ മോഡലാണ് നമ്മളിന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ നമുക്ക് മാനുവലിന് പുറമെ നമുക്ക് AMT വേരിയൻ്റ് കൂടി അവൈലബിൾ ആണ്. അപ്പോൾ അതിൻ്റെ പ്രൈസ് എല്ലാം ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തോളൂ. നമ്മളിപ്പോൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന വാഹനം എന്ന് പറഞ്ഞാൽ 2025 മാനുഫാക്ചറിംഗ് ആണ്. നിങ്ങളൊരു സബ് കോമ്പാക്ട് SUV സെഗ്മെൻറ്റിലെ വെഹിക്കിൾ നോക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തികച്ചും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഒരു ക്വിക്ക് റിവ്യൂയിലേക്ക് കടക്കാം. ഈ വാഹനത്തിന് മുൻവശം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഭയങ്കര അഗ്രസീവ് ആൻഡ് മസ്കുലർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ വാഹനത്തിന് റെനോ നൽകിയിരിക്കുന്നത്. RXT വേരിയന്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഗ്രില്ലിലായിട്ട് തന്നെ ഒരു ക്രോം എലമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെൻട്രലായിട്ടാണ് ക്രോമിൽ റെനോയുടെ ലോഗോ കൊടുത്തിരിക്കുന്നത്. DRലും കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റാൻഡേർഡ് ഫിറ്റ്മെന്റ് ആണ് ഈ ഒരു മോഡലിൽ വരുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നു. താഴെയായിട്ട് ഹെഡ്ലാമ്പ് ഡുവൽ ചേമ്പറാണ്, ഹാലോജൻ ആയിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ എഞ്ചിൻ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻലൈൻ 3 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് 999 cc എഞ്ചിനാണ് വരുന്നത്. ഇത് പമ്പ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 72 PS 96 Nm ടോർക്കാണ് വരുന്നത്. ഇത് മെയ്റ്റ് ചെയ്തിരിക്കുന്നത് 5 സ്പീഡ് മാനുവൽ അതുപോലെ തന്നെ 5 സ്പീഡ് AMTയിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഹൈ എൻഡ് ഓപ്ഷൻസിലേക്ക് വരുമ്പോൾ നമുക്ക് ടർബോ വേരിയന്റ് അവൈലബിൾ ആണ്. അതിൽ തന്നെ CVT കൂടി ആഡ് ചെയ്ത് വരുന്നതായിരിക്കും. പ്ലസ് 5 സ്പീഡ് മാനുവലും കൂടി ഉണ്ടാവും. ഈ ഒരു കൺസിഡർ വേരിയന്റ് മീൻസ് ഈ ഒരു പർട്ടിക്കുലർ വേരിയന്റിൽ നമുക്ക് വരുമ്പോൾ 5 സ്പീഡ് AMT മാനുവൽ മാത്രമായിരിക്കും അവൈലബിൾ ആയിരിക്കുക. പക്ഷേ നമുക്ക് ഇതിൻ്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ വരുമ്പോൾ 3991 mm ആണ് ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത്. അതുപോലെ തന്നെ വിഡ്ത്ത് വരുമ്പോൾ 1750 mm 1605 mm ഹൈറ്റാണ് വരുന്നത്. ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുമ്പോൾ 205 mm ആണ്. അത്യാവശ്യം ഒരു SUV കൊടുക്കുന്ന ഒരു ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യം കൊടുത്തിട്ടുണ്ട്. 195 60 16 ആണ് വരുന്നത്. 16 ഇഞ്ചാണ് നമുക്ക് ഇതിൻ്റെ എക്രോസ് വേരിയൻസിൽ വരുന്ന ടയറിൻ്റെ സൈസും കാര്യം വരുന്നത്. ഈ ഡിസ്ക് കാര്യങ്ങൾ മാത്രമേ ചേഞ്ചസ് ഉണ്ടാവുകയുള്ളൂ. ഫ്രണ്ട് ഡിസ്കും ബാക്ക് ഡ്രമ്മാണ് ഇവയ്ക്കുള്ള കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൂഫ് റെയിൽ കാര്യങ്ങൾ വരുന്നുണ്ട്. നോൺ ഫംഗ്ഷനിലാണ്, ജസ്റ്റ് ഒരു ഭംഗിക്ക് മാത്രം വെച്ചിരിക്കുന്നതാണ്. അതിൻ്റെ ഷാർപ്പിൻ്റെ ഹാൻഡിൻ്റെ കൂടി വരുന്ന ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഹാൻഡിൽ ബാർസ് ആണെങ്കിലും പിയാനോ ബ്ലാക്ക് ഫിനിഷ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ ഓവർവ്യൂംസ് വരുമ്പോൾ അതും പിയാനോ ബ്ലാക്കിൽ തന്നെയാണ്. അതിൻ്റെ സൈഡിലായിട്ട് ടേൺ ഇൻഡിക്കേറ്റേഴ്സും LED ടേൺ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഫാബ്രിക് ടൈപ്പ് സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതും ഒരു ബക്കറ്റ് ടൈപ്പ് സീറ്റ്സ് ആണ് വരുന്നത്. അത്യാവശ്യം നല്ല കുഷനിങ്ങും നല്ലൊരു സപ്പോർട്ടും കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഹെഡ് റെസ്റ്റ് കാര്യങ്ങളെല്ലാം ഡിറ്റാച്ചബിൾ അഡ്ജസ്റ്റബിൾ ടൈപ്പാണ് വരുന്നത്. ഇനി അതിൻ്റെ ഡോർ പാഡിലേക്ക് നോക്കുമ്പോൾ നമുക്കൊരു ഡുവൽ ടോണിലാണ് വരുന്നത്. ഒരു ബ്രോൺസ് ഫിനിഷും വിത്ത് ബ്ലാക്കാണ് വരുന്നത്. അതിൽ തന്നെ പവർ വിൻഡോ സ്വിച്ചസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 2 ഗ്ലൗ ബോക്സ് സെറ്റപ്പാണ് വരുന്നത്. അപ്പറും വരുന്നുണ്ട്, അതുപോലെ തന്നെ ലോവറും വരുന്നുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഗ്ലൗ ബോക്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ബാക്ക് സീറ്റിലേക്ക് നോക്കുമ്പോൾ അത്യാവശ്യം ലെഗ് സ്പേസ് ഉള്ള ഈ സെഗ്മെൻറ്റിൽ വെച്ചാൽ ഏറ്റവും ലെഗ് സ്പേസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മോഡൽ കൂടിയാണ്. 222 mm ആണ് ഇതിൻ്റെ ലെഗ് സ്പേസ് കമ്പനി പറയുന്നത്. ബാക്കിൽ ഡോർ പാഡ്സിലാണെങ്കിൽ സ്പേസും കാര്യങ്ങളും വരുന്നത്. ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സീറ്റ്സ് വരുമ്പോൾ 60-40 സ്പ്ലിറ്റ് ആണ് ഇതിന് ബാക്കിലും കൊടുത്തിരിക്കുന്നത്. അതിന് നമുക്ക് റിയർ AC വെൻസും അതുപോലെ തന്നെ ചാർജിങ് സ്പോട്ടും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. സെൻറ്റർ ടേണിലാണെങ്കിൽ ഫ്ലാറ്റ് ടൈപ്പാണ് വരുന്നത്. നമുക്ക് ഈ സീറ്റിൽ സെൻട്രലായിട്ട് ആംറെസ്റ്റും കാര്യങ്ങൾ വരുന്നുണ്ട്. ആംറെസ്റ്റിൽ തന്നെ നമുക്ക് കപ്പ് ഹോൾഡറും മൊബൈൽ ഹോൾഡറും വരുന്നുണ്ട്. ഈ ഒരു പ്ലാസ്റ്റിക് കവർ ഉള്ളതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നതാണ്. ഇനി വാഹനത്തിൻ്റെ റിയർ പോർഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം മസ്കുലർ ആൻഡ് വൈഡ് ആയിട്ടുള്ളൊരു പോർഷനാണ് വരുന്നത്. പിന്നെ ടെയിൽ ലാമ്പ് യൂണിറ്റ് വരുമ്പോൾ LED പ്ലസ് ഹാലജൻ കമ്പൈൻഡ് ആണ് വരുന്നത്. ക്യാമറ പ്ലേസ് ചെയ്തിരിക്കുന്ന റെനോയുടെ ലോഗോ സെൻട്രലായിട്ടാണ് വരുന്നത്. ആൻഡ് ബമ്പറിലായിട്ട് ഒരു സ്കിഡ് പ്ലേറ്റ്സും അവൈലബിൾ ആണ്, ഫൈബർ ടൈപ്പ്. ആൻഡ് വൈപ്പർ വിത്ത് വാഷറും ഈ ഒരു വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് ഡീഫോക്കസ് ഉണ്ടാവില്ല. ആൻഡ് സ്പോയിലർ കാര്യങ്ങളെല്ലാം ബേസ് റിമോട്ട് അവൈലബിൾ ആണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 405 ആണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത്. ഈ കാണുന്നത് നേരത്തെ കണ്ട ഫ്ലെക്സ് വീലിൻ്റെ കവറാണ് വരുന്നത്, അലൂമിനിയം ഫിനിഷാണ്. ആൻഡ് സ്പെയർ വീൽ വരുമ്പോൾ 165 80 14 വരുന്നത്. അതും റെഡ് കളറിലായിരിക്കും വരുന്നത്. ഡ്രൈവർ പോർഷൻ ചെക്ക് ചെയ്യുമ്പോൾ ഡ്രൈവറിൻ്റെ ഡോർ പാഡ്സിലായിട്ട് പവർ വിൻഡോ കൺട്രോൾസും അതുപോലെ തന്നെ OR വിൻഡോ കൺട്രോൾസും വരുന്നുണ്ട്. ഡ്രൈവറിൻ്റെ പവർ വിൻഡോ മാത്രം ഓട്ടോ അപ്പ് ആൻഡ് ഡൗൺ ഫംഗ്ഷനും വരുന്നുണ്ട്. സ്റ്റിയർ നോക്കുമ്പോൾ ഫ്ലാറ്റ് ബോട്ടം ചെറിയൊരു സ്റ്റിയറിംഗ് വീലാണ്. അതിൽ തന്നെ പിയാനോ ബ്ലാക്ക് ആക്സൻസും എലമെന്റ്സും കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇൻഫോർടൈൻമെന്റ് കൺട്രോൾസും വരുന്നുണ്ട്. ക്ലസ്റ്റർ വരുമ്പോൾ ഫുൾ LED ക്ലസ്റ്റർ ആണ് വരുന്നത്. സെൻട്രലായിട്ടാണ് നമുക്ക് ട്രിപ്പ് കാര്യങ്ങളും അതുപോലെ തന്നെ റേഞ്ച് കാര്യങ്ങളും ഫ്യൂൽ എഫിഷ്യൻസി എല്ലാം വരുന്നത്. അത് TPMസിൻ്റെ വാണിംഗ് എല്ലാം വരുന്നത് നമുക്ക് ഈ ഒരു സെൻട്രൽ ഡിസ്പ്ലേയിലായിരിക്കും. RPM ഫ്യൂൽ ഗേജ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സിസ്റ്റം വരുമ്പോൾ 8 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. അതിൻ്റെ ടോട്ടൽ ആപ്പിൾ കാർപ്ലേ വയർഡ് കണക്ടിവിറ്റി ആണ്. ഒപ്പം തന്നെ ബ്ലൂടൂത്തും അവൈലബിൾ ആണ്. AC കൺട്രോൾസ് വരുന്നുണ്ട്. ട്രാക്ഷൻ്റെ സ്വിച്ചാണ് വരുന്നത്. താഴത്തായിട്ട് നമുക്ക് ബാലൻസ് കാര്യം കീപ്പ് ചെയ്യാൻ സ്പേസ് വരുന്നുണ്ട്. പുഷ് ബട്ടൺ സ്റ്റാർട്ട്. ഗിയറിൽ വരുമ്പോൾ പിയാനോ ബ്ലാക്ക് ഫിനിഷ് വിത്ത് ക്രോം ആക്സൻസും അതിൽ കൊടുത്തിരിക്കുന്നുണ്ട്. സെൻട്രൽ കൺസോളായിട്ട് നമുക്ക് സ്പേസ് കൂടുതൽ അവൈലബിൾ ആണ്. ഇത് ആംറസ്റ്റ് വരുന്നുണ്ട്. ആംറസ്റ്റും ഒരു ഫിനിഷ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി കൈർ RXTയുടെ കീ നോക്കുകയാണെങ്കിൽ ഒരു കാർ ടൈപ്പ് കീ ആണ് വരുന്നത്. RXT കോൺവേർട്സ് ഈ ഒരു മോഡൽ തന്നെയാണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ പോർഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഫിസിക്കൽ കീയും ഒരു ബട്ടൺസിൽ ബാറ്ററി നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ഈ കീ ബാഗിലോ അല്ലെങ്കിൽ പോക്കറ്റിലോ കീപ്പ് ചെയ്താൽ മാത്രം മതി. വാഹനം ഓട്ടോമാറ്റിക്കലി ഡിറ്റക്ട് ചെയ്ത് ലോക്ക് ആൻഡ് അൺലോക്ക് ആകുകളും ഏകദേശം 1-1.5 മീറ്ററിനുള്ളിൽ തന്നെ അത് ആക്ടിവേറ്റ് ആവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ സേഫ്റ്റി കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4 എയർ ബാഗ്സ് ആണ് ഈ വാഹനത്തിന്. അത് RXT വേരിയന്റ് ഓൺവേർഡ്സ് വരുന്നത്. ഒന്ന് ഡ്രൈവർ സൈഡിലും ഒന്ന് കോ ഡ്രൈവർ സൈഡിലും, പിന്നെ 2 ഫ്രണ്ട് 2 സീറ്റ്സിലായിട്ടാണ് വരുന്നത്. ആൻഡ് ESP ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ട്രാക്ഷൻ കൺട്രോൾ, TPMS, ഹിൽ അസിസ്റ്റ്, അതുപോലെ തന്നെ റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സ് 3 പാസഞ്ചേഴ്സിനുള്ള റിയർ സീറ്റ് ബെൽറ്റ് റിമൈൻഡേഴ്സും റിയർ പാർക്കിംഗ് സെൻസേഴ്സ് എല്ലാം ഈ വാഹനത്തിന് സ്റ്റാൻഡേർഡ് ആയിട്ടാണ് വരുന്നത്.
ബ്രേക്കിങ്ങിൻ്റെ നോക്കുകയാണെങ്കിൽ ABS വിത്ത് EBD വിത്ത് ബ്രേക്ക് അസിസ്റ്റ് ആണ് വരുന്നത്. ആൻഡ് ഈ വാഹനത്തിൻ്റെ വാറണ്ടി നോക്കുകയാണെങ്കിൽ 3 വർഷം അല്ലെങ്കിൽ 1 ലക്ഷം കിലോമീറ്ററാണ് സ്റ്റാൻഡേർഡ് വാറണ്ടി ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ 7 വർഷം അല്ലെങ്കിൽ അൺലിമിറ്റഡ് കിലോമീറ്റർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൂടി ഇപ്പോൾ റെനോ നൽകുന്നുണ്ട്. അപ്പോൾ ഈ റിവ്യൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് കൂടി ഫോളോ ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.